Hi friends. Hi friends. Hope you all are doing well. We are also fine. So welcome back to Yummy Shorts and Vlogs. ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും വീണ്ടും സ്വാഗതം പറയാമോ? അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ദിവസമായിട്ട് യാമിക്കുട്ടി എന്നോട് സേമിയ പായസം ചോദിക്കണേ. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു സേമിയ പായസം ഉണ്ടാക്കാമെന്ന്. അപ്പോൾ പിന്നെ ഫ്രൈഡേ അല്ലേ, അപ്പോൾ ഞങ്ങളൊരു സേമിയ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി തന്നെയാണ് സേമിയ പായസം എങ്ങനെ ഉണ്ടാക്കാമെന്ന്. പക്ഷെ ഞങ്ങൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കണേന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ സിമ്പിൾ ആൻഡ് ഡെലീഷ്യസ് സേമിയ പായസം റെസിപ്പി നമുക്ക് കണ്ടിട്ട് വരാം. യെസ്, ഓക്കെ. നമ്മൾ എന്തുണ്ടാക്കാൻ പോണടാ? എന്ത് പായസം? സേമിയ പായസം. ഓക്കെ, നമ്മൾ അതിന് എന്തൊക്കെ എടുത്ത് വെച്ചാ നോക്കിക്കേ. മുന്തിരി, ഏലക്ക. നമുക്ക് നെയ്യില്ലാത്തോണ്ട് നമ്മൾ ബട്ടർ എടുത്തല്ലേ. പിന്നെന്താ? പാല്. ഓക്കെ, അപ്പൊ നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ നിങ്ങൾ കേട്ടല്ലോ, യാമിക്കുട്ടി ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നല്ലോ. അത് തന്നെയാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. സേമിയ ഉണ്ടാക്കാനുള്ള വെർമിസെല്ലി, ഷുഗർ, ഞങ്ങൾക്ക് നെയ്യ് കിട്ടിയില്ല കേട്ടോ, അതുകൊണ്ട് ബട്ടർ വെച്ചാൽ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തു. കാഷ്യൂ, പിന്നെ ഗ്രേപ്സ്, പിന്നെ ഏലക്ക, പിന്നെ പാല്. ഓക്കെ, അപ്പോൾ ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് ഞങ്ങൾ സേമിയ പായസം ഉണ്ടാക്കാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ നേരെ നമുക്ക് സേമിയ പായസം എങ്ങനെ ഉണ്ടാക്കണം എന്ന് കൂടി നോക്കിയിട്ട് വരാം. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സേമിയ പായസമാണ്. അതിനുവേണ്ടി ഞാൻ എന്തായാലും ഒരു പാത്രം എടുത്ത് ഡ്രൈ ആകാനായിട്ട് ഗ്യാസ് കത്തിച്ച് അതിലോട്ട് വെച്ചിട്ടുണ്ട്. ഈ പാത്രം ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആവശ്യത്തിന് വേണ്ട പാൽ ഒഴിച്ചു കൊടുത്തു. പക്ഷേ ഈ പാല് ഇനഫായില്ല കേട്ടോ, കുറച്ചുകൂടെ പാൽ ഞാൻ പിന്നീട് ഒഴിച്ചു കൊടുത്തു കേട്ടോ. ആവശ്യത്തിന് വേണ്ട പാലിൻ്റെ കൂടെ ആവശ്യത്തിന് വേണ്ട വെള്ളവും കൂടി നമ്മൾ ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി ഈ വെള്ളം ഒഴിച്ച് പാലും വെള്ളവും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ പാൽ ഇവിടെ വെച്ചിട്ടുണ്ട്. അതൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് ഞാൻ വെർമിസെല്ലിയൊക്കെ ചെറുതായിട്ടൊന്ന് ഒടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒടിച്ചെടുക്കാൻ വലിയ പാടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ഒടിച്ചെടുക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പാലിനകത്തോട്ട് ഈ വെർമിസെല്ലി എല്ലാം ഇട്ട് കൊടുക്കുക. അപ്പം വെർമിസെല്ലി എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് നമ്മൾ ഈ വെർമിസെല്ലി എല്ലാം പാലിനകത്തിലോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണമേ. അപ്പോൾ വെർമിസെല്ലി എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഷുഗർ ഇട്ട് കൊടുക്കാം. ഞാനൊരു 5 ടേബിൾ സ്പൂൺ ഷുഗറാണ് നമ്മുടെ പായസത്തിലോട്ട് ഇട്ട് കൊടുത്തത്. എനിക്കാണെങ്കിൽ പായസത്തിന് അധികം ഷുഗർ ഇഷ്ടമില്ല. ഒരു മത്ത് പിടിക്കുന്ന പോലത്തെ പഞ്ചസാര എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനൊരു 5 ടേബിൾ സ്പൂൺ ഷുഗറാണ് നമ്മുടെ പായസത്തിന് വേണ്ടി എടുത്തിട്ടുള്ളത്. ഈ ഷുഗർ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് പായസം വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഏലക്കാപ്പൊടിയാണ് ഇടേണ്ടത്. ഞാനിവിടെ ഏലക്ക എടുത്ത് വെച്ചിരുന്നത് ഞങ്ങൾ ഇതിൻ്റെ ഇടയിൽ കൂടെ പോയി ഒന്ന് പൊടിച്ചെടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഏലക്കാപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് പായസത്തിലോട്ട് ഇട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഏലക്കാപ്പൊടിയും ഇട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളുടെ ഇതിനകത്തിലോട്ട് വേണ്ട കാഷ്യൂം മുന്തിരിയും കൂടെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഏലക്കാപ്പൊടി ഇട്ടിട്ടുണ്ട്, പായസത്തിലോട്ട് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ പായസത്തിന് ആവശ്യമുള്ള കാഷ്യൂ മുന്തിരി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബട്ടർ എടുത്തിട്ടുണ്ട്. ബട്ടറിനകത്തിലോട്ട് കാഷ്യൂ ഇട്ടു. കാഷ്യൂ ഏകദേശം ഒരു ബ്രൗൺ കളർ ആയി കഴിഞ്ഞപ്പോഴാണ് ഇതിനകത്തിലോട്ട് ഞാൻ മുന്തിരി ഇട്ട് കൊടുത്തത്. കാര്യം മുന്തിരി പെട്ടെന്ന് സെറ്റായി കിട്ടുമല്ലോ. അപ്പം നമ്മൾ രണ്ടും ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ മുന്തിരി നമുക്ക് കരിഞ്ഞു പോകും. അതുകൊണ്ട് കാഷ്യൂ ഏകദേശം ഒന്ന് ബ്രൗൺ ആയി കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഞാൻ മുന്തിരി ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്ന് സെറ്റായി എടുത്തിട്ട് നമുക്ക് നമ്മുടെ പായസത്തിനകത്തിലോട്ട് ഇട്ട് ഇതും കൂടെ ഇട്ട് നമുക്ക് ഒന്നുകൂടെ ഇളക്കി മിക്സാക്കി എടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ നല്ല ടേസ്റ്റി ആൻഡ് ഡെലീഷ്യസ് സേമിയ പായസം റെഡിയാകും. ഇത്രയേ ഉള്ളൂ നമ്മുടെ സേമിയ പായസം. ഇതെല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്തപ്പോഴത്തേക്കും പായസം റെഡി ആയിട്ടുണ്ട്. പായസം റെഡിയായെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരു പാത്രമായിട്ട് ഒരാളവിടെ വന്നിപ്പോണ്ടേ. എന്ത് റെഡിയായി? പാത്രം കൊണ്ട് നിൽക്കുവാണല്ലേ? വേണോ പായസം? ഓക്കെ, അപ്പം എൻ്റെ ടെസ്റ്റർ ബേബിക്ക് കൊടുത്തിട്ട് നമുക്ക് ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. കൊള്ളാമോ യാമി? പറയാമി? എന്ത് പായസം? എന്ത് പായസം? എന്ത് പായസം? സേമിയ പായസ. സൂപ്പറാ? ഇഷ്ടായി? താങ്ക് യു.
താങ്ക് യു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. ടിൽ ദെൻ ബൈ ബൈ. Till then, bye. Okay. ഓക്കെ.